എല്ലാ ദിവസവും നമ്മൾ കർഷകരുടെ വിഷയങ്ങൾ പ്രത്യേകമായി പറയാറുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ മാവൂരിലെ കർഷകർക്ക് തീരാദുരിതം സമ്മാനിക്കുകയാണ് കാട്ടുപന്നികൾ. കാട് മൂടിക്കിടക്കുന്ന ഗ്രാസിംഗ് ഫാക്ടറിയുടെ സ്ഥലങ്ങൾ കാട്ടുപന്നികൾ താവളമാക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് വലിയ കാരണമായി മാറിയിരിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിന്റെ പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ് അവിടെ കർഷകർ. കൃഷി തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. റിപ്പോർട്ടിലേക്ക്. നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ മാവൂരിലെ പാടത്തേതാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് കർഷകരുടെ അധ്വാനവും പണവുമെല്ലാം കാട്ടുപന്നിക്കൂട്ടം ഇല്ലാതാക്കുന്നത്. മാവൂരിലെ കാട്ടുപന്നി ശല്യം പലതവണ ചർച്ചയായതാണ്. പക്ഷേ കർഷകന്റെ കണ്ണു നിറയുകയല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. മാവൂര് കോട്ടേഴ്സിലാണ് പന്നീൻ്റെ ശല്യം ഇഷ്ടം പോലെ പെറ്റുപെരുകിയിട്ട് രാത്രി ഇങ്ങോട്ട് ഇറങ്ങുക. ഒന്നായിട്ട് ഇറങ്ങിയിട്ട് ഒരു വീട്ടിലേക്ക് ഒരു കൃഷി കർഷകർക്ക് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനുള്ള ഒരവസരം പോലും ഇല്ല. കംപ്ലീറ്റ് കുത്തിമറിച്ചിട്ടേക്കാം. വീട്ടിൽ ഇപ്പം നമ്മളെ ചേന ചേമ്പ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കേണ്ട ഗതികളിലേക്ക് വന്നേ. കവുങ്ങൊക്കെയാണ് അടി കുത്തിങ്ങോട്ട് മറിക്കാണ്. ഇത്തവണ കാലവർഷത്തെ അതിജീവിച്ച് നെല്ലിറക്കിയതാണ്. കതിരിട്ടു. വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇങ്ങനെ കാട്ടുപന്നികൾ ചവിട്ടി നശിപ്പിച്ചത്. കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോയിട്ട് നേരം വെളുത്ത് തിരിച്ചു വരുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ എന്താ പറയാ പൂട്ടി കളവാക്കിയ പാതിരി ചെയ്തിട്ടാണ് ഈ പന്നികൾ വന്നിട്ട്. ഇത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയണതല്ല. മാവൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കർഷകർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന്റെ തോത് കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. പൂട്ടിക്കിടക്കുന്ന ഗ്രാസിംഗ് ഫാക്ടറിയുടെ ഭൂമി കാടുകയറി കിടക്കുകയാണ്. ഇവിടെയാണ് കാട്ടുപന്നികളുടെ താവളം. ഇത് വൃത്തിയാക്കണമെന്ന് പലതവണ കർഷകർ ആവശ്യപ്പെട്ടതാണ്. രാത്രിയായി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളെല്ലാം തന്നെ കാട്ടുപന്നികൾ കൈയടക്കുന്നു. പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ ശ്രമം നടത്തും. വീണ്ടും കാട്ടുപന്നികൾ തിരിച്ചെത്തി കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, മറ്റുള്ള ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരാളെ പറഞ്ഞയച്ച് രാത്രിയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ശരിക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന സ്ഥലമാണ്. വയലിലാണ് കിടക്കുന്നത് എല്ലാ ദിവസവും. സ്ഥലം പാട്ടത്തിനെടുത്തും കടം വാങ്ങിയുമാണ് കർഷകരുടെ കൃഷി. കഴിഞ്ഞ കുറേ വർഷമായി കൃഷിയിടത്തിൽ നിന്നും ലാഭം ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ചെലവാക്കിയ പണമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നു മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുപോലും നടക്കുന്നില്ല. പലരും ഇതിനെ തുടർന്ന് കടക്കണിയിലാണ്. മാവൂർ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന കർഷകർ ഇപ്പോഴില്ല. കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കൃഷി തന്നെ ഉപേക്ഷിച്ചു. കൃഷി കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്നവരാണ് മാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർ. മഴക്കാലമായാൽ വെള്ളപ്പൊക്കം, അല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള കാട്ടുപന്നി ശല്യം. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. ഇനി ചുമതലയേൽക്കുന്ന ഭരണസമിതിയിലാണ് ഇവരുടെ പ്രതീക്ഷ. മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.